ഈ അറിവിൻ്റെ ഒരു വിനിമയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അത് ആഹ്ലാദകാരിയാണെന്നുള്ളതാണ്. ഒരാൾ ഒരു അറിവ് പണ്ട് യുറേക്ക എന്ന് പറഞ്ഞ് വിളിച്ചോടിയതുപോലത്തെ ഒരു സംഗതിയാണത്. അപ്പോൾ ഈ ക്ലാസ് റൂമുകളിൽ അറിവുകൾ ആഹ്ലാദകരമല്ല, പലപ്പോഴും പീഡനകരമാണ്, അതായത് ടോർച്ചറിങ് ആണ്. അപ്പോൾ എന്നോടൊരു കുട്ടി പറഞ്ഞത്, എന്നെ ടീച്ചർ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞു വെച്ചു, മാത്സ് ഹോംവർക്ക് ചെയ്തുകൊണ്ട് വന്നു. പക്ഷെ ടീച്ചർ വടി വെച്ചിട്ട് ഇത് തെറ്റാണ്, അപ്പോൾ എൻ്റെ ദേഹത്ത് വടി വെച്ച് തൊട്ടിട്ടാണ് അത് തെറ്റാണെന്ന്. ഹോംവർക്ക് ചെയ്തുകൊണ്ടുവന്നത് തെറ്റാണ്, ഞാൻ കൊണ്ടുവന്നത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എന്നോട് ടീച്ചർ പെരുമാറേണ്ടത് ഇത് ശരിയാക്കി തന്നാണോ, എന്നോട് വടി വെച്ച് എൻ്റെ കയ്യിൽ അടിച്ചിട്ടാണോ, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ ആ ടീച്ചറിനോട് ഇത് ചോദിച്ചു, കുട്ടി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. ടീച്ചർ ചെയ്തത് ആ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിപ്പിക്കൽ അവസാനിപ്പിച്ച് മാറി എന്നുള്ളതാണ്. ഇത് കാരണം ടീച്ചർ ഒരു 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 തലം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് ടീച്ചർ വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥയ്ക്കുള്ളിലേക്ക് കുട്ടിക്ക് വരുന്നില്ല. ഇതേ വിഷയം തന്നെയാണ് നമ്മളൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്, എൻജിനീയറിംഗ് ഫ്രെയിം. ഇത്തരം ഫ്രെയിമുകളിലേക്ക് കടത്തിവിടുന്നുണ്ട് കുട്ടികളെ. ഇപ്പോൾ ആദിത്യനും രാധയും മറ്റൊരു ചിലരും എന്ന് പറഞ്ഞിട്ട് മുകുന്ദൻ്റെ ഒരു നോവലുണ്ട്. ആ നോവലിൽ ഇങ്ങനെ അച്ഛൻ്റെയും അമ്മയ്ക്കും വേണ്ടി പഠിച്ച് വലുതായി ഇങ്ങനെ മെഡിസിനൊക്കെ എടുത്ത് അവസാനം അച്ഛൻ അവരൊക്കെ മരിക്കുമ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം അവരുടെ ചിതയിൽ വെച്ചിട്ട് അവസാനിപ്പിച്ചിട്ട് ഇയാൾ സംഗീതം പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ സംഗീതമാണ് താല്പര്യം. ഇത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. നമ്മുടെ നാട്ടിലെ സ്കൂൾ അന്തരീക്ഷം മുഴുവനും ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ 230 ദിവസത്തേക്ക് വേണ്ടിയാണ് ഒരു സിലബസ് ഉണ്ടാക്കിയിട്ടുള്ളത്. 210 ദിവസമെങ്കിലും നമുക്ക് കിട്ടണമെന്നുള്ളതാണ്. പക്ഷെ കണക്ക് കൂട്ടിയാൽ ആകെ നമുക്ക് കിട്ടുക 150 ദിവസമാണ്. ഒരു ക്ലാസ് റൂമിൻ്റെ ട്രാൻസാക്ഷന് കിട്ടുന്ന 150 ദിവസമാണ്. ആ 150 ദിവസത്തിൽ തന്നെ നമുക്ക് പരീക്ഷയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഏതാണ്ട് കുറഞ്ഞത് 50 ദിവസത്തെ നമ്മളെ ഈ പഠന ദിവസം കുറയുകയും അത് ഈ കിട്ടുന്ന ദിവസങ്ങളിൽ കുട്ടിയിലേക്ക് ചെലുത്തുകയും വേണം. അപ്പോൾ വളരെ ടൈറ്റാണ്. സ്വാഭാവികമായും സ്നേഹം എന്ന് പറയുന്ന സംഗതിക്ക് വേണ്ട ഈ തുറന്നൊരു സ്പേസ് ഇല്ല. എനിക്ക് തോന്നുന്നത് ഈ സർഗാത്മകത എന്ന് പറയുന്നത്, ക്രിയേറ്റിവിറ്റി എന്ന് എപ്പോഴും പറയുന്നൊരു കാര്യത്തിന് കുറേ സമയം വേണം, കുറേ ശൂന്യമായൊരു സമയം. എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം, എനിക്ക് ഇന്ന് മനസ്സിലാവാത്തൊരു കാര്യം ഉറങ്ങി എണീക്കുമ്പോൾ മനസ്സിലാവും. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ ഉറക്കം കഴിഞ്ഞ് വരുമ്പോൾ എനിക്കത് തിരിഞ്ഞു കിട്ടും. അത് ഡൈജസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ അത്രയും സമയം വേണ്ടി വരും. പക്ഷേ ഞാനത് അറിയുന്നില്ല, ഈ സംഗതി മനസ്സിലാവാൻ ഇത്രയും ദിവസം. ചില സമയത്ത് ഉള്ളൊരു നിരീക്ഷണം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കവിത എഴുതുന്ന ഒരാൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാനൊരു സിനിമയ്ക്കൊരു പാട്ട് എഴുതി. ആ പാട്ട് എഴുതുന്നൊരു കാര്യം, അപ്പോൾ ഓട്ടം തുള്ളലാണ് എഴുതേണ്ടത്. അപ്പോൾ ഞാൻ തലേദിവസമൊക്കെ ഇരുന്ന് നമ്പ്യാരെയൊക്കെ ഒന്ന് വായിച്ചിട്ട് ഒരു നിവൃത്തിയില്ല. 11 മണി വരെ ഒരു നിവൃത്തിയില്ല, വരുന്നില്ല, ഒന്നും വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, അത് ഞാൻ തന്നെയാണ് സംഗീതമായാലും വരികളായാലും ഞാൻ തന്നെയാണ്, എൻ്റെ തീരുമാനമാണത്. പക്ഷെ രാവിലെ ഒരു 6 മണിക്ക് ഉണർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എഴുതാൻ പറ്റി. അപ്പം ഈ പറയുന്ന ഒരു ശൂന്യ സമയം, അതായത് ഞാൻ ഉറങ്ങുന്നു എന്ന് പറയുന്ന ഒരു കുറേ മണിക്കൂറുകൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ പഠനകാലത്ത് ഈ ഒരു സമയമില്ല. കുട്ടികൾ രാവിലെ 6 മണിക്ക് എണീറ്റ് ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ട്യൂഷനോ അത്തരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സ്കൂളിൽ പോയി. ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ ഏതാണ്ട് 9 മണി ഒരു 4:30 വരെയാണ് ടൈം. അതും 15 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ്. ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള സമയമാണ്, ഏറ്റവും ആരോഗ്യം പ്രസരിപ്പിക്കുന്നൊരു സമയമാണ്. അത്രയും സമയം ഈ കുട്ടികൾ, അതും 4 പേർക്കാണ് ബെഞ്ചിരിക്കാവുന്നത്, 6 പേരൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഈ കോൺക്രീറ്റിനകത്ത് കുട്ടികൾ ഇത്രയും സമയം ചിലവഴിക്കുകയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ കുട്ടികളോട് ബഹുമാനമാണ്. നമുക്കിരിക്കാൻ പറ്റില്ല, ഒരിക്കലും നമുക്കിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനകത്തിരുന്ന് മനസ്സിലാക്കണം. അപ്പോൾ കുട്ടികളിങ്ങനെ കുറുക്കിലൊക്കെ വെച്ചിട്ടാണ് ഈ നോട്ട്സൊക്കെ എഴുതുന്നത്. കാരണം ഇത് പറ്റില്ലല്ലോ, അത്രയും വേണം. അതുപോലെ നമ്മൾ ഈ പറയുന്ന റൂമിനെ കുറിച്ച് പറയുന്നത് ക്രിട്ടിക്കൽ ആണ് നമ്മൾ, അല്ലെങ്കിൽ വിമർശനാത്മകമായ ക്ലാസ് മുറിയാണ്, അതുപോലെ സംവാദാത്മകമായ ക്ലാസ് മുറിയാണ്. പക്ഷേ ബെഞ്ചും ഡെസ്കും പഴയ രീതിയിലാണ്. ഇപ്പോൾ ഞാനൊരു കഴിഞ്ഞ തവണ വർക്ക് ചെയ്ത സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് കൊടുത്ത ബെഞ്ച് എന്ന് പറഞ്ഞാൽ ബെഞ്ചും ഡെസ്കും ഒന്നിച്ച് കൺസ്ട്രക്ട് ചെയ്തതാണ്. അപ്പോൾ 6 പേര് അതിനകത്ത് ഇടിച്ച് കയറണം. അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ ഇറങ്ങി ഇതിൻ്റെ നടുക്കുള്ള ആളിന് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഈ സത്യത്തിൽ ഒരു ബെഞ്ചിൻ്റെയും ഡെസ്കിൻ്റെയും അളവ് എങ്ങനെയായിരിക്കണം? 4 പേർക്ക് ഇരിക്കാവുന്നതായിരിക്കും, അത് 2 പേർക്ക് ഇരിക്കാവുന്നതാവണം. അപ്പോൾ ഇതാണ്. അപ്പോൾ എനിക്കും എണീക്കാം, ഷൗക്കത്തിനും എണീക്കാം, ആർക്കും എണീക്കാം.
അപ്പോൾ 2 പേർക്ക് ഇരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 ബെഞ്ചും ഡെസ്കും ചേർക്കാൻ എളുപ്പമോ? അപ്പോൾ ഒരു ടേബിൾ ഉണ്ടാവും. പക്ഷെ നമുക്കത് സാധ്യമല്ല. അത് അവർക്ക് മനസ്സിലാവുന്നില്ല. അതിപ്പോൾ ഭരണകൂടവും രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഭാഗമെന്ന നിലയ്ക്ക് നമ്മൾ സങ്കല്പിച്ചിട്ടുള്ള വിദ്യാഭ്യാസവും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ ഒരുക്കി വച്ചിട്ടുള്ള തൊഴിലും ആ തൊഴിലിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള സിലബസും ആ സിലബസിലേക്ക് കടത്തിവിടുന്ന അധ്യാപകരും അതിൽ അച്ചിലേക്ക് എന്നതുപോലെ കടന്നു കയറുന്ന കുട്ടികളും ചേർന്ന ഒരു സിസ്റ്റമാണ് നമ്മുടേത്. എങ്ങനെ രക്ഷപ്പെടും? ഇതിലെ ഒരു ട്രാൻസിഷൻ പീരീഡും അതൊരു സംഘർഷത്തിൻ്റെയാണ്. അത് പരിണാമത്തിൻ്റെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ഒരു പീരീഡ് ഉണ്ട്. നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മൾ ഇത്രയും നാൾ ടീച്ചർമാരുടെ കാലമായിരുന്നു. ടീച്ചർ എന്നുള്ള വാക്കിൽ തന്നെ ഒരുണ്ട്. പഠിച്ചത് പഠിപ്പിക്കുന്നവരാണ് ടീച്ചർമാർ. ടീച്ച് ചെയ്യുന്നവരാണ്. നമ്മൾ എന്താണോ പഠിച്ചു വന്നത് അത് പഠിപ്പിച്ചു കൊടുക്കുക. പക്ഷെ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. പുതിയ കാലം തേടുന്നത് മാസ്റ്റേഴ്സിനാണ്. എന്താണ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഞാനൊരു മാസ്റ്ററുടെ കൂടെ ജീവിച്ചാൽ, ഞാൻ ടീച്ചർമാരുടെ കൂടെയും ജീവിച്ചിട്ടുണ്ട്, ചില മാസ്റ്റേഴ്സിൻ്റെ കൂടെയും ജീവിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ കൂടെ ജീവിച്ച ഒരു 4.5 കൊല്ലം ഒരുമിച്ച് ജീവിച്ച ഒരു മാസ്റ്ററായിരുന്നു നിത്യ. എനിക്കിപ്പോൾ നിത്യ എന്ന് പറയാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. നിത്യൻ്റെ കൂടെ ഞാൻ ജീവിക്കുന്നതിന് മുമ്പ് എനിക്ക് ഗുരു നിത്യ എന്നേ പറയാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് നിത്യ എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചതാണ്. അദ്ദേഹം കൂടെ ജീവിച്ചപ്പോൾ പകർന്നു തന്ന സൗഹൃദമാണ്. ഞാനൊരു ദിവസം രാവിലെ അദ്ദേഹം അപ്പുറത്ത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹം കത്ത് എഴുതാൻ പറഞ്ഞിരുന്നു. ഞാൻ മേശയുടെ ഇപ്പുറത്തിരിക്കുന്നു. തൊട്ട മുൻപിൽ വലിയൊരു പുസ്തകത്തിൻ്റെ ബുക്ക് ഷെൽഫുണ്ട്. അപ്പോൾ കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇദ്ദേഹം കസേരയിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ചോദിച്ചാൽ എന്താണ് ഗുരുവില്ലല്ലോ? ഒന്നുമില്ല, താൻ അവിടെ ഇരുന്നോന്ന്. ഇദ്ദേഹത്തിന് എണീക്കാൻ വയ്യ, പ്രായമായി, നല്ല വെയിറ്റ് ഉണ്ട്. എന്നിട്ട് മെല്ലെ എണീറ്റ് എൻ്റെ ബാക്കിൽ പിടിച്ചിട്ട് നേരെ എൻ്റെ അടുത്തുള്ള ബുക്ക് ഷെൽഫിൻ്റെ അടുത്തേക്ക് വരിക. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്? ബുക്കൊക്കെ മറിഞ്ഞെടുക്കുക. എന്നിട്ട് അദ്ദേഹം കഷ്ടപ്പെട്ട് എണീറ്റ് വന്ന് ഈ ഗ്ലാസ് മാറ്റി ഓരോ ബുക്കും കൃത്യമായിട്ട് അടക്കി വയ്ക്കുക. അടക്കി വെച്ച് അപ്പോൾ എനിക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഞാനത് കണ്ടിട്ടില്ല. ഇനി എണീറ്റിട്ട് ഞാൻ ചെയ്യാൻ ഗുരു എന്ന് പറയാനും പറ്റുന്നില്ല. ഞാൻ ചെയ്യേണ്ട ഒരു പണിയാണത്. എന്നിട്ട് അദ്ദേഹം അവിടെ തന്നെ തിരിച്ചു വന്നിരുന്നു. എന്നോടൊരു അമർഷമില്ല, ഒരു ദേഷ്യമോ നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നുള്ളതൊന്നുമില്ല. പക്ഷെ അത് എന്നിൽ എൻ്റെ ഈഗോയിനെ ടച്ച് ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ ഈഗോ തകർന്നു പോയി. എൻ്റെ ഈഗോയിനെ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യാതെ തന്നെ എൻ്റെ അഹന്തയെ പൂർണ്ണമായിട്ട് തകർത്ത് കളഞ്ഞത് അദ്ദേഹം എന്നെ കുറ്റക്കാരനാക്കിയില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് എന്നെ ബ്ലെയിം ചെയ്തില്ല, അദ്ദേഹം തന്നെ പോയി തിരുത്തിയത് കറക്റ്റ് ചെയ്ത് വന്ന് വളരെ സമാധാനത്തിലും നമുക്കിനി എഴുത്ത് തുടരാം എന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഗുരുവിൻ്റെ റൂമിലേക്ക് വരുമ്പോൾ ആദ്യം നോക്കുന്നത് ആ ഷെൽഫിലേക്കാണ്, ബുക്ക് എങ്ങാനും മറിഞ്ഞെടുക്കുന്നുണ്ടോ എന്നാ. 2 ദിവസം കഴിഞ്ഞിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഗുരു എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത പറയാനുള്ളത് അപ്പം തന്നെയല്ല പറയുക. പ്രത്യേകിച്ച് നമ്മളിൽ തിരുത്തേണ്ട ഇടങ്ങളാണെങ്കിൽ കുറേ സമയം കഴിഞ്ഞിട്ടാണ് പറയുക. ഗുരുനിത്യ നമുക്ക് തരുന്നൊരു വലിയ, ഇപ്പം ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ അവൻ്റെ ബാഗ് തുറന്നപ്പോൾ ഒരു കെട്ട് കഞ്ചാവ് കിട്ടിയെന്ന് കരുതുക. നമ്മളെന്താ ചെയ്യുക? തകർത്ത് കളയും. പക്ഷേ ഗുരുനിത്യ ഇതുപോലെ 25 വർഷങ്ങൾക്ക് മുൻപ് കഞ്ചാവിൻ്റെ ഒരു പാക്കറ്റ് ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് കിട്ടിയിട്ട് അമ്മ ഗുരുനിത്യനെ വിളിക്കുകയാണ് ഫോണിൽ. തകർന്ന് തരിപ്പണായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, ഒരക്ഷരം അവനോട് പറയരുത്. ഫസ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവനൊരു തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ ഞെട്ടിപ്പോയി. നിങ്ങൾ പൊട്ടിത്തെറിക്കൊന്നും ചെയ്യരുത്, അവനെന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന് കരുതരുത്. മനുഷ്യൻ്റെ ചരിത്രത്തിൽ മനുഷ്യനുണ്ടായ കാലം മുതൽ ലഹരി തേടി നടന്നിട്ടുണ്ട്, പലതരത്തിലുള്ള ലഹരികൾ. പക്ഷെ അവൻ ചെയ്യുന്നത് ശരിയാണോ, അത് അവനെ ദോഷത്തിലേക്ക് കൊണ്ടുപോകും, ഒരു സംശയമില്ല. പക്ഷെ ആദ്യം അവനെന്തോ ഒരു മാരകമായി തെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള മനസ്സ് നിങ്ങളിപ്പോൾ തന്നെ മാറ്റിവെക്കുക. പക്ഷെ ഗുരുവിൻ്റെ സപ്പോർട്ടോടുകൂടി അവർക്ക് ചെയ്യാൻ പറ്റും. 2 ദിവസം ഈ വിഷയം അവനോട് സംസാരിക്കേണ്ട. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഏറ്റവും സമാധാനത്തിലും സ്വസ്ഥതയിലും വളരെ ഹാർമോണിയസ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവനായിട്ട് വെറുതെ ഒരു ഔട്ടിങ്ങിന് പോവുക. വല്ല ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കടലോരത്തോ പുഴയോരത്തോ പോവുക, ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത്.
ആദ്യം നിങ്ങൾക്കിപ്പോൾ ഉണ്ടായ അസ്വസ്ഥത ക്ഷമിക്കട്ടെ, ഏറ്റവും സ്വസ്ഥമായിട്ട് പോവുക. എന്നിട്ട് നിങ്ങൾ നടക്കുന്ന ഇടയിൽ ലഹരി എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് അവനായിട്ട് സംസാരിക്കുക, സ്നേഹത്തോടെ സംസാരിക്കുക, സൗഹൃദത്തോടെ സംസാരിക്കുക. അത് മനുഷ്യനത് കണ്ടെത്തിയതിനെക്കുറിച്ച്, അത് മനുഷ്യരിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അത് മനുഷ്യരുടെ ജീവിതത്തെ തകർത്ത് കളയുന്നതിനെക്കുറിച്ചൊക്കെ യാതൊരു അവനെ ഒരു കുറ്റവാളിയായിട്ട് കാണാതെ, ഇതൊന്നും അറിഞ്ഞത് നടിക്കാതെ വെറുതെ ഡിസ്കസ് ചെയ്യൂ, വെറുതെ ചെയ്തു നോക്കൂ. ഒരു പരീക്ഷണം, മാറണമെന്നൊന്നുമില്ല. അവരവനോട് മെല്ലെ സംസാരിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. നെക്സ്റ്റ് ഡേ അവൻ അമ്മയുടെ അടുത്ത് വന്നിരുന്നിട്ട് പറയാണ്, അമ്മ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എപ്പോഴാണ് അവനത് പറയാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ അവൻ്റെ ഒരു സുഹൃത്താണെന്നുള്ള ഫീല് വന്നപ്പോഴാണ്. അമ്മയോട് എനിക്കെന്തും പറയാം, എന്ത് പറഞ്ഞാലും ഉടനടി എന്നൊരു തെറ്റുകാരനാക്കി ശിക്ഷിക്കില്ല. അത് തുറന്ന ഹൃദയത്തോടെ സ്വീകരിക്കും. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉദാത്തമായ ബന്ധമായിട്ട് മനുഷ്യരൊക്കെ കാണുന്നത് കാമുകനെ, കാമുകിയനെ, ഭാര്യനെ, ഭർത്താവിനെ അല്ല, സൗഹൃദത്തെയാണ്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ എല്ലാം തുറന്നു പറയുന്നത്? നമുക്ക് എല്ലാം, നമ്മുടെ ഉള്ളിലുള്ള എല്ലാം ഒന്ന് തുറന്നു പറയണമെന്ന് തോന്നിയാൽ ആരെങ്കിലും ഭാര്യയോട് പറയോ, ഭർത്താവിനോട് പറയോ, മക്കളോട് പറയോ, അച്ഛനോട് പറയോ, അമ്മയോട് പറയോ? പറയില്ല. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറയും. എന്തുകൊണ്ടാണ് സുഹൃത്തിനോട് പറയുന്നത്? റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം സുഹൃത്ത് ചേർത്ത് സാരില്ല നമുക്ക് നോക്കാമെന്ന് പറയും. ഫസ്റ്റ് വാക്കാതെ വരിക, നീ ഇങ്ങനെയൊക്കെ ചെയ്തു, ഇനി എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് ഒരിക്കലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പറയില്ല. നല്ലൊരു സുഹൃത്താണെങ്കിൽ മുൻവിധിയില്ലാതെ, കുറ്റപ്പെടുത്താതെ, നീ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുക. തെറ്റാണെങ്കിൽ സമ്മതിക്കൊന്നുമില്ല, തിരുത്താനൊക്കെ പറയും, പക്ഷെ ആദ്യം ചേർത്ത് പിടിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് ചേർത്ത് പിടിക്കും. ഞാൻ കൂടെയുണ്ട്, നമുക്ക് ശരിയാക്കാം. എന്താ പ്രശ്നം? ഒരു വണ്ടി ഇടിച്ച ഒരാൾ മരിച്ചാൽ പോലും, എൻ്റെ വണ്ടി ഇടിച്ച ഒരാൾ, നീ എന്ത് നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് നല്ലൊരു സുഹൃത്ത് ചോദിക്കുക. നീ ബേജാറാവണ്ട, നീ പാനിക്കാവില്ല, നീ ഇരിക്കുക, നമുക്ക് വഴി ഉണ്ടാക്കാം, നമുക്ക് നോക്കാം, നീ ഇരിക്കുക. ആ ഒരു വാക്ക് അങ്ങനെ നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ആശ്വാസമുണ്ട്. ഇതൊരു ടീച്ചറിൽ നിന്നൊരു കുട്ടിക്ക് കിട്ടുന്നില്ല, മാതാപിതാക്കളിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്നില്ല. ആ കുട്ടി ആ കഞ്ചാവിൽ നിന്ന് പുറത്തു വന്നു, എല്ലാവരും പുറത്തു വരും എന്നല്ല അർത്ഥം. പക്ഷെ അത് പുറത്തു വരുന്നതിന് പ്രധാന കാരണമായത് ആദ്യം അമ്മ സ്വയം പാനിക്കായത് സ്വസ്ഥമാക്കി എന്നുള്ളതാണ്. ഗുരു എന്തൊരു ഉദാഹരണം പറഞ്ഞിരുന്നു ഒരു ക്ലാസ്സിലൊരിക്കൽ. പിന്നീട് നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടി, ഞാൻ ടീച്ചറാണ്, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, കുട്ടി തൂങ്ങിയിരുന്ന് ഉറങ്ങുന്നു. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വന്നിട്ടാണ് ഈ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരാൾ ഇരുന്ന് ഉറങ്ങുക, അന്നത്തെ കാലമാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും? അധ്യാപകൻ എന്ത് ചെയ്യും? ഒരു ചോക്ക് കൊണ്ട് ഒരു ഏറ് കൊടുക്കും, അല്ലെങ്കിൽ ഡസ്റ്റർ കൊണ്ട് എറിയും, അല്ലെങ്കിൽ അവർ എണീറ്റ് നിർത്തി അപമാനിക്കും. ഇത്രയും ആളുകൾക്കിടയിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങാനാണല്ലോ നീ ഇങ്ങോട്ട് കയറി വന്നതെന്ന് വെച്ചിട്ട് പൽസിക്കും. ഇത് പറഞ്ഞിട്ട് ഗുരു പറയാം, ലോകത്തിൽ ഒരു കുഞ്ഞും ഒരു മനുഷ്യനും തളർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരാളും ആലസ്യത്തിൽ ക്ഷീണിച്ചിരിക്കണമെന്ന് ഞാൻ കുറച്ചു നേരം ഒന്ന് തളർന്നിരിക്കട്ടെ എന്ന് ഒരാളും വിചാരിക്കില്ല. ഒരു കുഞ്ഞവിടെ തളർന്ന് ക്ഷീണിച്ച് ഉറക്കം തൂങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടായിരിക്കും. ഒന്നുകിൽ വീട്ടിലെ മദ്യപാനിയായിട്ടുള്ള അച്ഛൻ വന്ന് അമ്മേനെ തല്ലുന്നത് കണ്ട് രാത്രി ഉറങ്ങാതിരുന്ന മോനായിരിക്കും. ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. അച്ഛനമ്മമാരുടെ വഴക്ക് കണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നവനായിരിക്കും. എന്തോ ഒരു പ്രശ്നം അവിടെ അനുഭവിക്കുന്നുണ്ടാവും. നമ്മുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥിയുടെ, നമ്മൾ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒരു പ്രവൃത്തി നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത് കൊണ്ടാണ് നമ്മൾ വയലൻ്റ് ആവുന്നത്. നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നതുകൊണ്ടാണ് നമ്മൾ വയലൻ്റ് ആകുന്നത്. അത് തെറ്റായതുകൊണ്ടല്ല. അവർ ചെയ്തതിലെ ശരി തെറ്റുകൾ തിരിച്ചറിഞ്ഞിട്ടല്ല നമ്മൾ വയലൻ്റ് ആകുന്നത്. നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയോ നമ്മൾ വയലൻ്റ് ആവുന്നു. ഇപ്പോൾ ഗുരു പറയുന്നു, സ്വയം ഒന്ന് സ്വസ്ഥനാവും. ഒരു ടീച്ചർ, ഒരു പാരൻറ്റ് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ അസ്വസ്ഥരാകുമ്പോൾ ആദ്യം ഒന്ന് സ്വസ്ഥമാവുക. വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടുള്ളൊരു പുസ്തകത്തിൽ ഒരു ചോദ്യമാണ്, കുട്ടികളെ തല്ലാമോ? എന്നിട്ട് അതിന് അടിയിൽ മറുപടി, തീർച്ചയായിട്ടും തല്ലാം, പക്ഷെ നിങ്ങൾ അസ്വസ്ഥരായിരിക്കുന്ന സമയത്താവരുത്. ആദ്യം നിങ്ങൾ സ്വയം സ്വസ്ഥരാകൂ. എന്നിട്ട് ആ കുട്ടിക്ക് ഒരു തല്ല് കൊടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തല്ലിക്കോളൂ. ആ കുട്ടിക്ക് അത് ഒരിക്കലും ഒരു അടിമയെ തല്ലുന്നതായിട്ട് ഫീൽ ചെയ്യില്ല.
സ്വസ്ഥമായി കഴിഞ്ഞാൽ നമ്മൾ തല്ലില്ല. നമ്മുടെ അസ്വസ്ഥത മാറ്റാനാണ് പലപ്പോഴും നമ്മുടെ തല്ലുകൾ. അതുകൊണ്ട് ഡസ്റ്റർ കൊണ്ട് എറിയുന്നതിന് മുൻപ്, ചോക്ക് കൊണ്ട് എറിയുന്നതിന് മുൻപ് നിങ്ങളുടെ അധ്യാപക കുപ്പായവും ഉടമ കുപ്പായവും ആ മേശമേൽ അഴിച്ചു വെച്ച് അവൻ്റെ അടുത്തേക്കൊന്ന് ചെല്ലൂ. എന്നിട്ട് വെറുതെ തലയിലൊന്ന് തലോടിയിട്ട്, മോനൊന്നും ഉറങ്ങിയില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുറച്ച് നേരം അവിടെ കിടന്നോളൂ, സാരമില്ല കേട്ടോ, ക്ലാസ് പിന്നെ കേട്ടാൽ മതി. എന്നിട്ട് ക്ലാസ് തുടരുന്ന ആൾക്ക് പറയുന്ന പേരാണ് ഗുരു, മാസ്റ്റർ. ഒരു ടീച്ചർ പഠിച്ചത് പഠിപ്പിക്കുമ്പോൾ ഒരു ഗുരു അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പഠിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുക. പുതിയ കാലം തേടുന്നത് ടീച്ചിങ് അല്ല. നമ്മൾ ഈ ഫ്രെയിമുകൾ മാറ്റിയിട്ട് കാര്യമില്ല. നമ്മൾ വട്ടത്തിലിരുന്നാലൊന്നും സമത്വമാവില്ല. കസാര വട്ടത്തിലിരുത്തിയിട്ട് കാര്യമില്ല. മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നിട്ട് കാര്യമില്ല. ഇതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊരു ഹയറാർക്കിക്കൽ സ്പീഷീസാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് തട്ടായിട്ട് ജീവിച്ച ഒരു ജീവിയാണ്. ഏറ്റവും കൂടുതൽ ജീവിച്ച് ശീലിച്ച വയറിംഗ് ആണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആദ്യം ഉണ്ടാകുന്ന പ്രതികരണം എപ്പോഴും ആ വയറിങ്ങിനോട് ചേർന്നതായിരിക്കും, നല്ലതായിരിക്കില്ല. അതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള നമ്മളുടെ പ്രതികരണങ്ങളെ സംയമനം ചെയ്ത് അപ്പുറത്തിരിക്കുന്നവരെയും കൂടി റെസ്പെക്റ്റ് ചെയ്ത് പ്രതികരിക്കുന്നതിനാണ് കൾച്ചർ എന്ന് പറയുന്നത്. നാച്ചുറലായിട്ട് നമ്മൾ അത്ര കൊള്ളാവുന്നവരല്ല, ഒരു കാലത്തുമല്ല, ഇപ്പോഴുമല്ല. സംയമനം ചെയ്യുക എന്ന് പറയുന്നതിൽ നിന്നാണ് കൾച്ചർ ഉണ്ടായത്. കത്തിയെടുത്ത് കുത്താൻ വേണ്ടി നിന്നപ്പോൾ കുത്തണോ, കുത്തിയാൽ അത് എനിക്കും അവന് ദോഷം ചെയ്യില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അടക്കുകയാണ് ചെയ്യുന്നത്. നാരായണഗുരുവിൻ്റെ മനോഹരമായൊരു ശ്ലോകമുണ്ട്. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഈ മതം ഏകമെന്ന് ചിന്തിച്ച് അഘമണയാതെ അകതാരമർത്തിടേണം. നമുക്കാകെ നാരായണഗുരു എന്ന് പറഞ്ഞാൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഇങ്ങനെ 4-5 ശ്ലോകങ്ങൾ മാത്രമാണ്. ആ മനുഷ്യൻ വളരെ ആഴത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരിക്കലും അതൊന്നും വായിക്കാനോ, പ്രത്യേകിച്ച് ഈ ഒരു 4 വരി എടുത്താൽ ഒരു ആധുനികനായ പൗരൻ എന്താണ് ചെയ്യേണ്ടത്? ആധുനികനായ പൗരനും പഴയ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം, പണ്ട് എൻ്റെ മതമാണ് ശരി, നിങ്ങളുടെ മതമൊന്നും ശരിയല്ല, ഇതായിരുന്നു മനുഷ്യൻ്റെ സ്വഭാവം. ഞാൻ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. എൻ്റെ അഭിപ്രായം, എൻ്റെ ശരിയാണ് ശരി എന്ന് പറയുന്നതാണ് മതം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ ശരി മാത്രമാണ് ശരി, അതുകൊണ്ട് ഞാൻ എൻ്റെ ശരി പറയും, നിങ്ങളെല്ലാം അനുസരിച്ചോളണം. നാരായണഗുരു ആധുനിക കാലത്ത് വന്ന് ജനിച്ചതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇനി അത് നടക്കില്ല. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഈ മതം ഏകം. എന്തുകൊണ്ടാണിത് പറയേണ്ടി വന്നത്? പണ്ടൊക്കെ നമ്മൾ ഒരു പ്രത്യേക ഗോത്ര സമൂഹമായിട്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടിയിരുന്നവരാണ്. ഒരു പ്രത്യേക മനുഷ്യരായിട്ട്, പ്രത്യേക സംസ്കാരമായിട്ട് മാത്രം ഇടകഴുകി കഴിഞ്ഞിരുന്നവർക്ക് മറ്റൊരു സംസ്കാരമായിട്ടും മറ്റു മനുഷ്യരായിട്ട് ഇടപഴകേണ്ട ആവശ്യകത ഇതിലുള്ള വളരെ കുറച്ച് മനുഷ്യർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് എൻ്റെ ശരിയിൽ മാത്രം ജീവിക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ യാത്രകൾ ചെയ്യാൻ തുടങ്ങി. നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും യാത്ര പോകാൻ തുടങ്ങി. പലരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മളിലേക്ക് പോകാൻ തുടങ്ങി. ഇന്ന് നമ്മളുടെ ലോകം മിക്സ്ഡ് ആയിട്ടുള്ളൊരു കൾച്ചറാണ്. ഇനി ഒരു ശരിയിലേക്ക്, ഒരു മതത്തിലേക്ക്, ഒരു ചിന്തയിലേക്ക് മനുഷ്യരെ കൊണ്ടുവരുന്നതല്ല പറയേണ്ടത് എന്ന് നാരായണഗുരുവിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഗുരു പറഞ്ഞത്, എല്ലാ മനുഷ്യരും അവരെന്ത് വിശ്വസിക്കുന്നുണ്ടെങ്കിലും, അത് മനുഷ്യർ എന്ന് പറയുമ്പോൾ കുട്ടികളെയും കരുതണം. അവിടെ കിടന്നുറങ്ങുന്ന കുട്ടി, നമ്മൾ പറയുന്നത് അനുസരിക്കാതിരിക്കുന്ന കുട്ടി, അനുസരിക്കുന്ന കുട്ടി, ആണ് പെണ്ണ്, ആരുമായിക്കൊള്ളട്ടെ, ഏത് സമൂഹത്തിലും ഏത് സംസ്കൃതിയിലും പെട്ടവരും ആയിക്കൊള്ളട്ടെ, എല്ലാവരും സമാധാനം ഉണ്ടാവണമെന്ന് കരുതിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. തെറ്റിപ്പോകുന്നുണ്ടായിരിക്കാം, അത് നിങ്ങൾ ചിന്തിക്കണം. ഗുരു പറയുന്നത്, ഒന്ന് ചിന്തിക്കണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ അപ്പുറത്തിരിക്കുന്നവരും സമാധാനത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കത് ശരിയല്ലായിരിക്കാം, പക്ഷെ ആൾക്ക് അയാളുടെ സമാധാനത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾ ചിന്തിക്കൂ. എന്തുകൊണ്ടാണ് ഗുരു നമ്മളോട് ചിന്തിക്കാൻ പറയുന്നത്? മനുഷ്യൻ ചിന്തിക്കുന്ന ജീവി അല്ലാത്തതുകൊണ്ടാണ്. മനുഷ്യരിൽ ചിന്തിക്കുന്നവരുണ്ടെന്നേ ഉള്ളൂ.